കൂളിംഗ് ഗ്ലാസും വെച്ച് ഷോഫും കാണിച്ച് പോണത് മഞ്ചേരിക്കാണ് ഗൈസ്. കൂളിംഗ് ഗ്ലാസ് വെച്ച് ഷോഫല്ല, ഭയങ്കര വെയിലായിരുന്നു. കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മഞ്ചേരിയിലേക്ക് പോവാണ്. വണ്ടിമ്മ കയറിയാൽ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര വിശപ്പാണ് ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ കറക്റ്റ് മുന്നേ ഒരു കട വിട്ടു കേട്ടോ. നമ്മൾ സ്ഥിരം കയറുന്ന കടയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കടയിൽ അങ്ങോട്ട് കയറി 2 അവിൽ മിൽക്ക് അങ്ങ് ഓർഡർ ചെയ്തു കേട്ടോ. എൻ്റെ പിയും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം കയറുന്ന ഒരു കടയാണ് കേട്ടോ. സ്പീഡപ്പായിട്ട് കാര്യം നടത്തുന്നുണ്ട്. അങ്ങനെ ദേ നമ്മുടെ സാധനം നമ്മുടെ മുന്നിലേക്ക് എത്തി. വേറെ നോക്കില്ല, പിയും ഒറ്റ ആക്രമത്തോടെ കുടിക്കുന്നുണ്ട്. ഞാനും ഇതേ നല്ല ആക്രമത്തോടെ കുടിക്കുന്നുണ്ട്. വിശപ്പ് എനിക്ക് കൂടുതലായിരുന്നു എങ്കിലും പി ആയിരുന്നു കൂടുതൽ കഴിച്ചത്. അവിൽമിൽക്കൊക്കെ കുടിച്ച് നേരത്തെ നമ്മൾ മഞ്ചേരി ഫിറ്റിയിലെത്തിയിട്ടോ. നമ്മുടെ പി എക്ക് ഡ്രസ്സ് എടുക്കാനായിരുന്നു. കല്യാണങ്ങളുടെ പൂരമാണ് ഈ മാസം. അപ്പോൾ വേറെ ഒന്നും നോക്കണ്ടെന്ന് വിചാരിച്ച് നമ്മളതേ നമ്മുടെ ഫിറ്റിയിൽ കയറി കേട്ടോ. ഫിറ്റി കയറി ഞാനതേ കട്ട പോസ്റ്റായിരുന്നു ഗൈസ്. ഡ്രസ്സ് എടുക്കുന്നു, മാറ്റുന്നു, ഇട്ട് നോക്കുന്നു, പറ്റുന്നില്ല, വീണ്ടും പോകുന്നു, എടുക്കുന്നു, മാറ്റുന്നു. അങ്ങനെ ഒരു വിധം ഫൈനലൈസ് ചെയ്തേ ഒരു ഷർട്ടും ഒരു പാൻറ്റും നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തേ. അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ പർപ്പിൾ ഫാൻസിയിലായിരുന്നു കേട്ടോ. എനിക്കൊരു മാല വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ അവിടെ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴല്ലേ മാലയിൽ ഒതുങ്ങില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. 100 രൂപ ചിലവാൻ്റെ അടുത്ത് 1000 രൂപ ചിലവാക്കി നേരെ പോയിട്ടുള്ളത് അടുത്തത് നമ്മുടെ പി എക്ക് ഷൂവും ചെരുപ്പും എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഷൂവും വേണം, ചെരുപ്പും വേണം. ആദ്യം ചെരുപ്പ് നോക്കിയത് ചെരുപ്പ് സെറ്റായിട്ടോ. ഇവിടെയും എൻ്റെ അവസ്ഥ പോസ്റ്റായിരുന്നു. പിന്നെ അതേ ഷൂ നോക്കി. ഷൂ കുറച്ചു നേരം തപ്പി പിടിച്ച് അവസാനം അതേ ഒരു വൈറ്റ് കളർ ഷൂ സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് നമ്മളെല്ലാം കഴിഞ്ഞ് നട്ടുച്ചയ്ക്ക് വീട്ടിലെത്തി ഗായ്സ്. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.